എല്ലാവർക്കും നമസ്കാരം. ഒരു 2-3 മാസം മുമ്പ് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണിത്. പുതിയ തലമുറ കൂടുതൽ ചെറുപ്പമായിട്ട് തോന്നിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞോടുന്ന മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഏറ്റവും പുതിയ തലമുറ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു യൗവനം കൂടുതൽ നിലനിൽക്കുന്നവരെന്ന് പറയുന്ന ജെൻസി അല്ലെങ്കിൽ ജനറേഷൻ ഇസഡ് ഇവർ പ്രായമാവുകയാണ്. ഇവർക്ക് പെട്ടെന്ന് പ്രായം തോന്നിച്ച് വരികയാണ്. എന്നിട്ടും ഈ 90s കിഡ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മില്ലേനിയൽസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ 90കളിലൊക്കെ ജനിച്ചവര് ഇപ്പോഴും ചെറുപ്പമായിട്ട് നിൽക്കുകയാണ്. അവര് പ്രായമാകാത്തതുപോലെ 1981 മുതൽ 1996 വരെ ഉള്ള കാലഘട്ടത്തിൽ ജനിച്ചവര്, അതായത് നിലവില് 30 വയസ്സ് മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ളവരാണ് 90s കിഡ്സ് എന്ന് പറയാം. 1997 മുതൽ 2012 വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവരെയാണ്, അല്ലെങ്കിൽ 14 വയസ്സ് മുതൽ 29 വയസ്സ് വരെ പ്രായമുള്ളവരെയാണ് ജെൻസിയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റുന്നത്. ഇങ്ങനെ നിയമമൊന്നുമില്ല. നിങ്ങൾക്ക് ഇനിയിപ്പോൾ 1-2 വയസ്സ് കൂടുതലോ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേതെങ്കിലുമൊക്കെ ക്ലബ്ബിൽ കയറണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ കയറിക്കൊള്ളുക. ഞാനൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. കാരണം നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഏകദേശം 90 കാലഘട്ടവും അല്ലെങ്കിൽ 2000 കാലഘട്ടവും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. നമുക്ക് ആദ്യം തന്നെ പ്രായത്തിന്റെ കാര്യത്തിലേക്ക് പോകാം. നിലവിൽ 30 വയസ്സുള്ളവരെ കണ്ടാൽ 22 വയസ്സ് ഉള്ളതുപോലെയും 20 വയസ്സുള്ള ചിലരെ കണ്ടാൽ 35 വയസ്സുള്ളവരെ പോലെയൊക്കെ തോന്നിക്കുന്നതിന്റെ കാരണം എന്താണ്? ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ ഒക്കെ ആയിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും ഇങ്ങനെ ആയിരിക്കണമെന്നൊന്നുമില്ല. പണ്ടുള്ളവരെക്കാളും ഒക്കെ ഒരുപാട് പ്രായം തോന്നിക്കുന്ന 90s കിഡ്സിൽ ഉള്ള ആളുകളും ഉണ്ടാകാം, നേരെ തിരിച്ചുമൊക്കെ ഉണ്ടാകാം. ഒരു കാര്യം എന്താണ്, അവരും പ്രായമായി വരികയാണ്. നിലവിൽ ഈ വർഷം 29 വയസ്സ് വരെ പ്രായമുള്ളവരൊക്കെ ജെൻസിയാണ്. 29 വയസ്സ് അത്ര മോശം വയസ്സൊന്നുമല്ല, 14 to 29. എന്നാൽ ഇത് കൂടാതെ ഇവർക്ക് 90സിനെ അപേക്ഷിച്ച് ചർമ്മത്തിലും അല്ലെങ്കിൽ നോട്ടത്തിലും ഒക്കെ പ്രായം കൂടുതൽ തോന്നാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മേക്കപ്പ് സാധനങ്ങളുടെ അമിത ഉപയോഗമാണ്. അതായത് നമ്മുടെ കേരളത്തിലൊക്കെയുള്ള സാഹചര്യത്തിലാണെങ്കിലും കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എനിക്ക് എല്ലാത്തിൻ്റെ പേരൊന്നും അറിയില്ല, ഞാൻ 90സിലുള്ളതുകൊണ്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഇത് ഈ പുതിയ തലമുറയുടെ സ്കിൻ വളരെയധികം വാർദ്ധക്യത്തിലേക്ക് പോകുന്നതിന് ഒരു കാരണമാകുന്നുണ്ട്. അതായത് ഇത്തരത്തിലുള്ള പല കെമിക്കൽ അല്ലെങ്കിൽ ഈ പറയുന്ന കോസ്മെറ്റിക് ഐറ്റംസ് എല്ലാം യഥാർത്ഥത്തിൽ നിങ്ങൾ കൂടുതൽ ചെറുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നതെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ചർമ്മത്തിന് കൂടുതൽ പ്രായം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇതെല്ലാം കൊണ്ടുപോവുക. ഇങ്ങനെ പഠനങ്ങളുണ്ട്. ഇതൊരു കാര്യം. രണ്ടാമത്തേത്, ജെൻസി എന്ന് പറയുന്ന കുട്ടികൾ സ്മാർട്ട് ഫോണിലാണ് വളരുന്നത് എന്ന് പറയാം. ഫോണിന്റെ അമിത ഉപയോഗം എന്ന് പറഞ്ഞു പോകുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് ഈ ഒരു സാധനം ഞാൻ അത്യാവശ്യം വില കൊടുത്ത് മേടിച്ചൊരു സാധനമാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറും ഫോണും ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് ഈ ഹാംഫുൾ ആയിട്ടുള്ള ബ്ലൂ റേസ് ഒന്നും ഇതിലൂടെ വരില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോഴുള്ള പഠനങ്ങൾ പറയുന്നത് ഈ ജെൻസി തലമുറ ഒരുപാട് സമയം സ്ക്രീൻ ടൈം ചെലവഴിക്കുമ്പോൾ ഈ ബ്ലൂ ലൈറ്റ് നിങ്ങളുടെ കണ്ണിന് മാത്രമല്ല നിങ്ങളുടെ സ്കിന്നിനെ പോലും ബാധിക്കുന്നുണ്ട്. അത് കൂടുതൽ പ്രായം തോന്നിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുമെന്നാണ്. അതായത് നമ്മുടെ കണ്ണിന് മാത്രമല്ല സ്കിന്നിന് പോലും ഈ ബ്ലൂ ലൈറ്റ് അതുപോലെ മറ്റ് പല റേസും ഈ ഫോണിൽ നിന്ന് വരുന്നത് പ്രശ്നമാകുന്നുണ്ട്. റേസും കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജെൻ സി എന്ന് പറയുന്ന തലമുറ വല്ലാത്ത സ്ട്രെസ്സിലാണ് ജീവിക്കുന്നത്. അതായത് ഇവർ കാണുന്നത് വലിയ കമ്പാരിസൺ ആണ്. അതായത് 90s കിഡ്സ് അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ പ്രായത്തിലുള്ളവരും ഒക്കെ വളർന്നു വരുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു കമ്പയർ ചെയ്യാനൊക്കെ തോന്നുക ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഏറ്റവും സുന്ദരിയായ ഒരു പെൺകുട്ടി. അതിനപ്പുറത്തേക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ അയൽവക്കത്ത് ഒരു വീട്ടിൽ ഇന്ന കാറുണ്ട് അല്ലെങ്കിൽ അവർക്ക് കളർ TV ഉണ്ട്. വളരെ ചെറുപ്പത്തിലെ കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ കമ്പാരിസണും അതൊന്നും നമ്മളെ ഒരുപാട് ബാധിക്കുന്ന കാര്യങ്ങളല്ല. എന്നാൽ ഇന്ന് ഈ ഫോൺ വഴി അമേരിക്കയിലുള്ളവർ മുതൽ തൊട്ടടുത്തുള്ള ആളുകൾ മുതൽ സകല കാര്യങ്ങളിലും സൗന്ദര്യത്തിലും പഠനത്തിലും കാശിലും മിടുക്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റീച്ചിലും ഒക്കെ അല്ലെങ്കിൽ ഇവന് ഇത്ര ഫോളോവേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇവൻ ഒരു ഫോട്ടോ ഇട്ടാൽ ഇത്ര ലൈക്ക് കിട്ടും എന്നൊക്കെ തുടങ്ങിയിട്ട് ഇങ്ങനെ അനന്തമായ കമ്പാരിസൺ അവനവനോട് തന്നെ വന്നിട്ട് അതിൻ്റെ വല്ലാത്ത സ്ട്രെസ്സ് ഏറ്റവും അധികം അനുഭവിക്കുന്ന ഒരു തലമുറയാണ്. അല്ലെങ്കിൽ അവർ വളർന്നു വരുമ്പോഴേ മുതലേ ബാല്യം മുതലേ ഇത് അനുഭവിക്കുകയാണ്. നേരെ വെച്ച് 90s എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ലൊരു ബാല്യം ഉണ്ടായിരുന്നു. ഇന്ന് അവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണെങ്കിലും അവരുടെ ഒരു ബാല്യകാലം അത്യാവശ്യം സ്ട്രെസ് ഫ്രീ ആയിട്ടായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് അത്യാവശ്യം ഒരു നല്ല സമയം ഉണ്ടായിരുന്നു എന്ന് പറയാം. ഈ പറയുന്ന പോലെ മാവിലെറിഞ്ഞും ക്രിക്കറ്റ് കളിച്ചും ഒക്കെ നടന്നിരുന്ന ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം നമ്മളെ അടിമയാക്കാതിരുന്ന ഒരു കാലഘട്ടം ഈ 90സിന് ഉണ്ടായിരുന്നുവെങ്കിൽ
ജെൻസിക്ക് അതില്ല. നമ്മുടെ തലച്ചോറിന് പ്രോസസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ പറ്റുന്നതിലധികം കാര്യങ്ങൾ ഈ ഫോൺ എന്ന് പറയുന്ന ഒരു ഒറ്റ സാധനം വഴി പല രീതിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ 90% ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ചെറിയ സങ്കടം ഉണ്ടെന്ന് കരുതുക, അതിനൊരു 100 ഇരട്ടിയാക്കി തരും നിങ്ങളുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം റീൽസ് ആ ഒരു ഫീഡ് എടുത്താൽ പോലും. നിങ്ങളൊരാളുമായിട്ട് പ്രണയത്തിലാണെങ്കിൽ അതിനെ 100 ഇരട്ടി ആക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ ഒരു പെൺകുട്ടി എത്ര നല്ലതാണ് എന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് റീൽസ് നിങ്ങളെ കാണിച്ചു തരും. നേരെ മറിച്ച് നിങ്ങൾ ബ്രേക്കപ്പ് ആയാൽ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം ശരിയല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ലോകത്തുള്ള സകല പെണ്ണുങ്ങളും മോശക്കാരികളാണ് എന്നുള്ള രീതിയിലുള്ള റീൽസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിലും അല്ലെങ്കിൽ ഗുണമാണെങ്കിലും അതിനെ 100 ഇരട്ടി ആക്കുന്ന രീതിയിലാണ് ഈ അൽഗോരിതംസ് ഒക്കെ വർക്ക് ചെയ്യുക. ഇതെല്ലാം വല്ലാത്ത സ്ട്രെസ്സാണ് ഉണ്ടാക്കുന്നത്. ഇത് മുഴുവൻ അനുഭവിക്കുന്ന, പണ്ട് മുതലേ അനുഭവിച്ചിങ്ങ് പോരുന്ന ഒരു ജനറേഷനാണ് ഈ ജെൻ സി എന്ന് പറയുന്നത്. അത് തന്നെ, ആ മാനസികമായിട്ടുള്ള വലിയ സമ്മർദ്ദം തന്നെ ഇവരെ വളരെ പെട്ടെന്ന് ഏജിങ് ആവുന്നത് അല്ലെങ്കിൽ പ്രായം തോന്നിപ്പിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. 90s അത് അത്രയും ഇല്ല. കാരണം അവർക്ക് അത്യാവശ്യം നല്ല സമയത്തൊക്കെ അവർ നല്ല കൂളായിട്ട് തന്നെയാണ് ജീവിച്ചത്. ഇതൊരു കാര്യമാണ്. വേറൊരു കാര്യം ഫാഷനാണ്. ഈ 90s കിഡ്സ് എന്നൊക്കെ പറയുന്നവർ ഈ പറയുന്ന പോലെ ഒരു കൈലിമുണ്ടും അല്ലെങ്കിൽ ഇപ്പോഴും ഒരു നിക്കർ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ബനിയൻ ഇട്ടിട്ടോ ഒക്കെ ഇങ്ങനെ വളരെ കൂളായിട്ടിരിക്കുന്നവരാണ്. അവർക്ക് വലിയ ഫാഷൻ സെൻസോ ഒന്നുമില്ല. ഇപ്പം ഞാൻ തന്നെ എത്ര പേര് കാണുന്നതാണെന്നുള്ള ഒരു ചിന്തയും ഇല്ലാതെയാണ് നമ്മൾ കംഫർട്ടായിട്ട് എന്ത് തോന്നുന്നോ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു പുതിയ തലമുറയൊക്കെ എങ്ങനെയായിരിക്കും? അവരൊന്ന് വെറുതെ ഒന്ന് പുറത്തിറങ്ങുമ്പോൾ പോലും, എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, വളരെയധികം ഹെവി ലുക്കൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അവരുടെ ഡ്രസ്സിങ്ങിലുമൊക്കെ വളരെ ശ്രദ്ധ കൊടുക്കുന്നവരാണ്. ഈ ഒരു ലുക്കും അവർക്ക് പ്രായം കൂടുതൽ തോന്നിപ്പിക്കുന്നു എന്നാണ്. അതായത് സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സ് ധരിക്കുന്നതിനേക്കാൾ പ്രായം തോന്നിക്കും ഇങ്ങനെയുള്ള അമിതമായ ഫാഷൻ ചിന്തകളും ഒക്കെ എന്ന്. എനിക്ക് താല്പര്യമുള്ള ഏതെങ്കിലും പോയിന്റുകൾ മാത്രം പറയുകയല്ല, പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ പലയിടത്തു നിന്നും ശേഖരിച്ചതാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഫാഷൻ പോലും നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയത്. ഇനി ഒരു കാര്യമുണ്ട്, അത് വേറൊന്നുമല്ല, വലിയാണ്. ഇപ്പോൾ ഉള്ള സിനിമകളും ഒക്കെ നിങ്ങളെ കാണിച്ചു തരുന്നത് എന്താണ്? അതായത് ഈ 90s കിഡ്സിന് മുൻപുള്ളവർ വളരെ ചെറുപ്പത്തിലെ പ്രായം തോന്നിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കാരണം ഈ പറയുന്ന ബീഡിക്കറയും, അതായത് വലി ഒരുപാടുണ്ടായിരുന്നു, അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊന്ന് കുറഞ്ഞത് ഈ 90s സമയത്താണ്. നേരെ മറിച്ച് ഇന്ന് പുതിയ തലമുറ വീണ്ടും ആ പഴയ ദുശീലങ്ങളിലേക്ക് പോവുകയാണ്. അതായത് പലതരത്തിലുള്ള ലഹരികളിലേക്കും. ഇതും അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്, പെട്ടെന്ന് പ്രായമായതുപോലെ തോന്നിക്കുന്നുമുണ്ട്. ജെൻസിയിലുള്ളവരാണെങ്കിലും ഏത് കാലഘട്ടത്തിലുള്ളവരാണെങ്കിലും സിനിമകളിലും മറ്റുമൊക്കെ പലതും കാണിക്കും. ഒരുപക്ഷെ അതൊക്കെ പണം കൊടുത്തു പോലും ചെയ്യിക്കുന്നതുമായിരിക്കാം. നമ്മൾ ഈ പെയ്ഡ് പ്രൊമോഷൻസ് എന്നൊക്കെ പറയുന്നത് പോലെ സിനിമകളിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇതൊക്കെ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ പണം അടിച്ചു മാറ്റാനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അനുകരിക്കാതിരിക്കുക. സിനിമയിൽ വെള്ളമടിയും വലിയും ഒക്കെ കാണിക്കും, അതൊന്നും നിങ്ങൾ അനുകരിക്കാതിരിക്കുക. പുകയൊക്കെ വിട്ടുകൊണ്ട് തീവണ്ടി പോലെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനൊപ്പം സ്ലോ മോഷനിലൊക്കെ നടക്കുന്ന കാണാൻ നല്ല രസമായിരിക്കും. ചുമച്ച് കുറച്ച് ആശുപത്രിയിൽ ക്യാൻസർ പിടിച്ച് ഇങ്ങനെ കിടക്കുന്നത് ഒരു സിനിമയിലും കാണിക്കില്ല. ഈ 90s കിഡ്സ് ഇപ്പോഴും ചെറുപ്പമായിട്ട് തോന്നിക്കുന്നു, നേരെ മറിച്ച് ജെൻസി പെട്ടെന്ന് അവർ പ്രായമാകുന്നത് പോലെയും തോന്നുന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, 90s ചെറുപ്പത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവർക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതായത് നല്ലൊരു വിഭാഗത്തിനും, അതായത് അവരുടെ വിവാഹപ്രായം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഇടയ്ക്ക് പെട്ടുപോയവരാണ് ഈ 90s എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ഇന്റർനെറ്റ് കൊണ്ടും അല്ലെങ്കിൽ ലോക്ക്ഡൌണിന് ശേഷമുള്ള കാര്യങ്ങളും ഒക്കെ കാരണം ഈ പറയുന്ന പെൺകുട്ടികളാണെങ്കിലും വിവാഹം കഴിക്കുന്നത് വൈകിപ്പിക്കുന്നു. അതനുസരിച്ച് ഇവരുടെയും പ്രായം കൂടുന്നു. 90s മുമ്പുള്ളവരൊക്കെ വളരെ നേരത്തെ വിവാഹം കഴിച്ചവരാണ്. 90s ശേഷമുള്ളവരും എല്ലോളം തരി എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ 18 വയസ്സും 21 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ വിവാഹം കഴിക്കുന്നവരാണ്. ഇതിനെല്ലാം ഇടയിൽ പെട്ടുപോയ ഒരു ഭാഗ്യം കെട്ട തലമുറയായിട്ട് 90s കിഡ്സിനെ പലരും വിശേഷിപ്പിക്കുമ്പോൾ അതവർക്ക് ഗുണം ചെയ്തിരിക്കുന്നത് ഈ ഒരു കാര്യത്തിലാണ്. അവർക്ക് പ്രായം തോന്നിപ്പിക്കുന്നത് വളരെ കുറവാണ്. അത്യാവശ്യം നല്ല പ്രായമുണ്ടെങ്കിലും അത്രയും പ്രായം തോന്നിക്കുന്നില്ല. ഈ പറയുന്ന വിവാഹവും ഇതും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ്, നേരത്തെ വിവാഹം കഴിക്കുമ്പോൾ അതിൻ്റെതായ സമ്മർദ്ദങ്ങളും, ഈ പരിപാടി സിനിമയിൽ കാണുന്ന പോലെ അത്ര രസമുള്ളതൊന്നുമല്ല. പിന്നീട് ഒരുപാട് കാര്യങ്ങൾ സാമ്പത്തികമായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഇനി നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്തെങ്കിലും കാരണവശാൽ വല്ല നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഒക്കെ അങ്ങനെയുള്ള ഡിസോർഡറൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒന്നും ചെയ്യാനില്ല, അനുഭവിക്കുക എന്നുള്ളതാണ്. ഇതൊന്നുമല്ല, വളരെ ഹാപ്പി ആയിട്ടുള്ള ലൈഫുകൾ ഉണ്ടെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ കുട്ടികളെ നോക്കുന്ന ബുദ്ധിമുട്ടുകളും ഇനി കുട്ടികൾ ഉണ്ടായില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടുകളും ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് സ്ട്രെസ്സ് അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് ഈ ഒരു കാര്യം എന്നുള്ളതാണ് പുറമേ നിന്ന് കാണുന്നത് പോലെയല്ല. അപ്പോൾ ഇത് മാനസിക സമ്മർദ്ദത്തിന് കാരണമാവുകയും അത് പ്രായം കൂടുതൽ തോന്നിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.
ഇപ്പൊ ഈ പറയുന്ന പോലെ ഒരു 22-23 വയസ്സിൽ വിവാഹം കഴിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിലും ഒരു പ്രസവത്തിനൊക്കെ ശേഷം പിന്നീട് പെട്ടെന്ന് ഒരു 30-35 വയസ്സ് പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് മാറാറുണ്ട്. ഈ പറയുന്ന പോലെ തന്നെയാണ് പുരുഷന്മാരുടെയും കാര്യം. അവരെടുക്കുന്ന മാനസിക സമ്മർദ്ദത്തിനനുസരിച്ച് അവർക്കും പ്രായം തോന്നിക്കാറുണ്ട്. അപ്പോൾ 90s കിഡ്സ് വളരെ വൈകി വിവാഹം കഴിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സമയം വരെയും അവർക്ക് പ്രായക്കുറവ് തോന്നിപ്പിക്കുന്നുണ്ട്. ഇത് പെൺകുട്ടികളുടെ ആണെങ്കിലും ആൺകുട്ടികളുടെ ആണെങ്കിലും ബയോളജി അതിൽ വരുന്നുണ്ട്. വിവാഹത്തിന് ശേഷമുള്ള മാറ്റങ്ങൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, അതുകൂടാതെ സ്ട്രെസ്, ജീവിതത്തിന്റെ പ്രയാസങ്ങളൊക്കെ വേറൊരു ഭാഗം വരുന്നുണ്ട്. അപ്പൊ ജെൻസി കുട്ടികൾ പോലും പ്രായമായി തുടങ്ങിയിട്ടും എന്തുകൊണ്ട് 90s കിഡ്സിന് പ്രായമാകുന്ന പോലെ തോന്നുന്നില്ല എന്ന് ചോദിച്ചാൽ എല്ലാവരും അല്ല ഈ പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അതിന്റെ ഉത്തരം ഇതാണ്. അങ്ങനെയാണെങ്കിൽ ജെൻസി എങ്ങനെയാണ് പ്രായമാകുന്നത്? ഈ ജെൻസിയിലുള്ളവര് 90s കിഡ്സിനെ പോലെയല്ല, അവർ നേരത്തെ വിവാഹം കഴിക്കുന്നവരാണ്. ഈ വിവാഹം കഴിക്കുന്നതെന്ന് മാത്രമല്ല പറഞ്ഞത്. ഇപ്പൊ മാക്സിമം ഈ വർഷം 29 വയസ്സായിട്ടുള്ളവരൊക്കെ ജെൻസിയാണ്, 14 to 29. അവരിൽ വിവാഹം കഴിച്ചവരൊക്കെ പെട്ടെന്ന് പ്രായമായി പോവുകയാണ് എന്നല്ല പറഞ്ഞത്. ജെൻസി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലുള്ളവർ വളരെ നേരത്തെ തന്നെ ഒരുപാട് റിലേഷനിലൂടെ, അതായത് പ്രണയബന്ധങ്ങളിലൂടെ കടന്നുപോയി ഒരുപാട് ഹാർട്ട് ബ്രേക്കുകളും അല്ലെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നവരാണ്. അല്ലെങ്കിൽ 2-3 ഹാർട്ട് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിരി ഇത് ഈ പരിപാടിയെ വേണ്ട എന്ന് മനസ്സും അടുക്കുന്നവരും, അല്ലെങ്കിൽ ചിലർ ടൈം പാസിനൊക്കെ വേണ്ടിയിട്ട് ഓരോരുത്തരെ പ്രണയിക്കുന്നു, എന്നിട്ട് മറ്റേയാൾ വളരെ സീരിയസ് ആയിരിക്കാം. ഇങ്ങനെ തേപ്പ് കിട്ടുന്ന ആളുകളുടെയൊക്കെ മെന്റൽ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ക്ലേശമേറിയതാണ്. ഇത്തരം സ്ട്രെസ്സുകളൊക്കെ വളരെ ചെറുപ്പത്തിലെ തന്നെ അനുഭവിക്കേണ്ടി വരികയാണ് ജെൻസി തലമുറ കൂടുതലായിട്ട്. നേരെ മറിച്ച് 90s എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ പറയുന്ന പോലെ ഒരു വളരെ പ്രായമായതിനു ശേഷം അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമൊക്കെ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളും വളരെ നേരത്തെ തന്നെ അനുഭവിക്കുന്നവരാണ് ജെൻസി തലമുറയിലുള്ളവർ. അതായത് നമ്മൾ കളിയാക്കി പറയാറില്ലേ, ഈ പറയുന്ന പോലെ ഈ 90siലുള്ളവരൊക്കെ കല്യാണം കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. നേരെ മറിച്ച് ഈ ജെൻസിയിലൊക്കെ ഉള്ളവർ വളരെ ചെറിയ പിള്ളേർ പോലും അവര് ഇപ്പോൾ 2-3 ലൈനാണ്, അല്ലെങ്കിൽ 2 ബ്രേക്കപ്പ് കഴിഞ്ഞു, ഇത് 3-ാമത്തെയാണ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അവർ പല രീതിയിലും വളരെ സ്വാതന്ത്ര്യത്തോടെയൊക്കെ പോകുമ്പോൾ ഈ പറയുന്ന 90s കിഡ്സ് ഇങ്ങനെ അമ്മാവന്മാരായിട്ട് അല്ലെങ്കിൽ തന്തവൈബായിട്ട് ഞങ്ങളൊക്കെ എന്തിനിങ്ങനെ നടക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പോൾ ഇതിന് മറ്റൊരു വശവുമുണ്ട്. നമ്മുടെ മെന്റൽ ഹെൽത്ത്, സ്ട്രെസ് ഒക്കെ ഇതിന് വിലയായിട്ട് കൊടുക്കേണ്ടി വരും. ഏതൊരു റിലേഷൻ ആണെങ്കിലും അത് ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഈ ജെൻസി. പ്രത്യേകിച്ച് ഹാർട്ട് ബ്രേക്കുകൾ, ബ്രേക്കപ്പ്, ചീറ്റിങ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഇളം പ്രായത്തിലെ തന്നെ അനുഭവിക്കുന്ന ഒരു തലമുറയാണ് ജെൻസി. അതുകൊണ്ട് തന്നെ അത് അവരുടെ മെന്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുകയും അവരത് ഓവർകം ചെയ്യും. പക്ഷേ അത് നിങ്ങളുടെ ഹെൽത്തിനെയും ബാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കൂടുതലും തോന്നിപ്പിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ ഒരു തരത്തിൽ സാഹചര്യങ്ങൾ കൊണ്ട് ഭാഗ്യവശാൽ രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് ഈ 90s കിഡ്സിൽ. അതുകൊണ്ട് അവരുടെ വിവാഹം വൈകുന്നു എന്ന് കരുതിയിട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇതുവരെ ഒരാളെ പോലും പ്രേമിച്ചിട്ടില്ലെന്നോ കരുതിയിട്ടൊന്നും ഈ പറയുന്ന 90s കിഡ്സിലുള്ളവർ ആരെങ്കിലുമൊക്കെ വിഷമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിഷമിക്കേണ്ട. ഈ പറയുന്ന പരിപാടിയൊന്നും there is no free lunch എന്ന് പറയുന്നത് പോലെയാണ്. ഇതിനൊക്കെ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഒരു 100 റിലേഷനൊക്കെ എടുത്താൽ അതിൽ 3-4 എണ്ണമൊക്കെ നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും, ചിലതൊക്കെ ബ്രേക്കപ്പ് ആകും. എന്നാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ഇമോഷണലായിട്ടും മറ്റുമൊക്കെ വലിയ വില കൊടുക്കേണ്ടതുണ്ട്, സ്ട്രെസ് അനുഭവിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ മനോഹരമായ വശങ്ങൾ മാത്രമേ നമ്മൾ സിനിമകളിലും മറ്റുമൊക്കെ കാണുകയുള്ളൂ. അതുപോലെ പുതിയ തലമുറയ്ക്ക്, പ്രത്യേകിച്ച് ജെൻസിക്കൊക്കെ കൂടുതൽ പ്രായക്കുള്ളിൽ തോന്നിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഉറക്കക്കുറവാണ്. ഇത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ രാത്രി കിടന്നുറങ്ങാനുള്ള സമയമാണ് പ്രധാനമായിട്ടും എന്ന് പറഞ്ഞാൽ പോലും ഇന്ന് ഈ രാത്രി സമയം മുഴുവൻ ഫോണിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു പ്രവണത, ഇതാകട്ടെ പലപ്പോഴും നിങ്ങളുടെ ബ്രെയിനിനെ കൂടുതൽ സ്ട്രെസ്സിലേക്കും മറ്റുമൊക്കെ തള്ളിവിടുന്നതുമാണ്. അതായത് ഇനി എത്ര എന്റർടൈൻമെന്റ് ആയിട്ടുള്ള റീൽസും വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാലും ഇത് ഈ രാത്രി സമയം, നിങ്ങൾ ഉറങ്ങേണ്ട സമയത്ത് കണ്ടിന്യൂസ് ഇങ്ങനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിലധികം ഇങ്ങനെ തലച്ചോറിലേക്ക് കയറ്റുമ്പോൾ അതൊക്കെ നമ്മുടെ പ്രായക്കൂടുതലിന് പോലും കാരണമാവുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഡൗൺ ആക്കുകയാണ് ചെയ്യുന്നത്. ഉറക്കം കുറയുന്നു. ഇതൊക്കെ 90siനും അല്ലെങ്കിൽ ഇപ്പോൾ വയസ്സായ ആളുകൾ പോലും ഇതേ രീതിയിൽ തന്നെ ഫോൺ നോക്കിയിരുന്ന് ഉറക്കം നഷ്ടപ്പെടുത്തുന്നുണ്ട്, ഉറക്കം വരാത്തവരുണ്ട്. 90siന്റെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിടന്നുറങ്ങിയിരുന്ന ഒരു ബാല്യമെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള പിള്ളേർ അങ്ങനെയല്ല. വളരെ ചെറുപ്പം മുതലേ, ബാല്യത്തിലെ തന്നെ ഫോണിൽ നോക്കി സ്ക്രീൻ ടൈം കൂടി അല്ലെങ്കിൽ ഉറക്കം കുറയുന്ന ഒരു പ്രവണത. 90s കിഡ്സിന്റെ കാര്യം ഓർക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം അനുഭവം തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഓർക്കുന്നുണ്ട്, പിന്നീട് അത് കളർ TV ചെയ്ത് ഓർക്കുന്നുണ്ട്, ടെലിഫോൺ വീട്ടിൽ വന്ന് ഓർക്കുന്നുണ്ട്, പിന്നീട് മൊബൈൽ ഫോൺ ആദ്യമായിട്ട് കണ്ട് ഓർക്കുന്നുണ്ട്, സ്മാർട്ട് ഫോൺ വന്ന് ഓർക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പഴയ കാലത്തിന്റെ മനോഹാരിതയും പുതിയ കാലത്തിന്റെ മനോഹാരിതയും എല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടാണ് വളർന്നത്. നേരെ മറിച്ച് ഈ ജെൻസി മുതലുള്ളവരെന്നൊക്കെ പറഞ്ഞാൽ ടെക്നോളജിയിലേക്ക് പറന്നു വീണത് പോലെയാണ്. ഇപ്പോൾ ഉള്ള ജെൻ ആൽഫ എന്നുള്ളവർ, അതായത് ഭാവിയിൽ ഈ പറയുന്ന ഇന്ന് 90സും ജെൻസി എന്ന് പറയുന്ന പോലെ ഭാവിയിൽ ജെൻ സിയും ജെൻ ആൽഫയും തമ്മിലായിരിക്കും
ഈ ജെൻ ആൽഫയുടെ കാര്യമൊക്കെ ചിന്തിച്ചു നോക്കുക. ടെക്നോളജിയിലൂടെ വളരുന്ന ആളുകൾ. ജെൻസി പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യം ഇപ്പോൾ 90s കിഡ്സിനെ ആണത്രേ. അതായത് തങ്ങളെക്കാളും ഒരു 5 വയസ്സ് 10 വയസ്സ് 15 വയസ്സ് പോലും ഒക്കെ കൂടുതൽ പ്രായമുള്ളവരെയൊക്കെയാണ് ഈ ജെൻസി പെൺകുട്ടികൾക്ക് ഇപ്പോൾ വിവാഹം കഴിക്കാൻ താല്പര്യം. അവർ വളരെ ചെറുപ്പത്തിലെ തന്നെ അത്യാവശ്യം നല്ല പ്രായമുള്ള 90s കിഡ്സിനെ നോക്കി നടക്കുകയാണ് വിവാഹം കഴിക്കാൻ. അതായത് ആ ട്രെൻഡ് മാറുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു വശത്ത്. അപ്പോൾ ഈ ജെൻസിയിലുള്ള ആൺപിള്ളേരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇത് കേട്ടുകൊണ്ട് അവർക്ക് സഹിച്ചിരിക്കാനായിട്ട് സാധിക്കുമോ? ഇതൊക്കെ പോട്ടെ എന്ന് വെക്കാം, മറ്റ് പല രീതിയിലും ഇൻസൾട്ട് ആണ് എന്ന് പറയാം. കാരണം ലോക ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിശക്തിയുള്ള അവസാനത്തെ ജനറേഷനായിട്ട് ജെൻ വൈ അല്ലെങ്കിൽ 90s കിഡ്സ് മില്ലേനിയൽസ് മാറുകയാണ് എന്ന്. അതായത് അവർക്ക് ശേഷം വന്നിരിക്കുന്ന ഈ ജെൻസിക്ക് അവരുടെ അത്രയും ബുദ്ധിയില്ല. അതായത് ഓരോ കാലഘട്ടം കഴിയുന്തോറും പുതിയ തലമുറയ്ക്ക് കൂടുതൽ ബുദ്ധി കൂടുന്ന ഒരു പ്രവണതയാണെങ്കിൽ ഈ 90s കിഡ്സോടെ അത് തീർന്നിരിക്കുകയാണ്. അവർക്ക് മുൻപോ അവർക്ക് ശേഷമോ അവരെക്കാൾ ബുദ്ധിയുള്ള സ്മാർട്ടായിട്ടുള്ള ആളുകൾ ഇല്ല എന്ന്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ടെക്നോളജിയാണ്. ജെൻസി അത് നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് വളർന്നത്. അതുകൊണ്ട് അവരുടെ ബുദ്ധി ഉപയോഗിക്കുന്നില്ല, തലച്ചോറ് ഉപയോഗിക്കുന്നില്ല. പണ്ടൊരു വീഡിയോയ്ക്കുള്ള വിഷയം നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുകയായിരുന്നുവെങ്കിൽ ഇന്ന് അതും ChatGPT ചോദിച്ചിട്ടാണ് അത് തയ്യാറാക്കുന്നത്. അതായത് ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല, എവിടെയൊക്കെ വരുന്ന ചില പ്രോസസ്സറുകളാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ജെൻസിക്ക് 90സിനേക്കാളും ബുദ്ധി കുറയുന്നത് എന്ന്. ജെൻസി പെൺകുട്ടികൾ 90s കിഡ്സിലുള്ള അല്ലെങ്കിൽ അത്യാവശ്യം പ്രായമുള്ള ഈ പറയുന്ന അമ്മാവൻ അല്ലെങ്കിൽ തന്തവൈബ് എന്നൊക്കെ അവരൊക്കെ തന്നെ കളിയാക്കിക്കൊണ്ടിരുന്ന ആളുകളെ ഇപ്പോൾ കൂടുതലായിട്ട് വിവാഹം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് എങ്ങനെയായിരുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ ഏജ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു വിവാഹം കഴിക്കുന്നവർ തമ്മിൽ. അതൊന്ന് മാറി തുടങ്ങുന്നത് ഒരു 2000 ആ പറയുന്ന 2005 കാലഘട്ടം മുതലൊക്കെയാണ്. ഏകദേശം ഒരു സെയിം ഏജ് ഉള്ളവർ അല്ലെങ്കിൽ 1-2 വയസ്സിന് മാത്രം എളുപ്പമൊക്കെയുള്ള ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കുക. എന്നാൽ അത് വീണ്ടും പഴയതുപോലെ ആവുകയാണ്. അതായത് ഏകദേശം ഒരു പെൺകുട്ടി ഒരു മെച്യൂരിറ്റി ആയി അല്ലെങ്കിൽ ഇമോഷണലി ആണെങ്കിലും ഇപ്പോൾ ഫെർട്ടിലിറ്റി നോക്കിയാലും ഒക്കെ പല കാര്യങ്ങളിലും ഒരു മെച്യൂരിറ്റി വരുന്നത് വളരെ നേരത്തെയാണ്. ഒരു 20-22 വയസ്സിലൊക്കെ ആണെങ്കിൽ. നേരെ മറിച്ച് ആൺകുട്ടികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പ്രായത്തിലുള്ള ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് മെച്യൂരിറ്റി കൂടുതലായിരിക്കും. എന്നാൽ ആ സ്ഥാനത്ത് ഒരു ആൺകുട്ടി അവനൊരു ബോയ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മെൻ ആയിട്ടുണ്ടാവില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഒരു 20 വയസ്സ് ഉള്ള പെൺകുട്ടിയും ഒരു 30 വയസ്സുള്ള ഒരു ആൺകുട്ടിയും ഒക്കെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു ഏജ് ഗ്യാപ്പ് വേണമെന്നുള്ള ഒരു പഴയ രീതിയിലുള്ള ചിന്ത തന്നെ തിരിച്ചു വരുന്നതാണ് ഈ ജെൻസി പെൺകുട്ടികളുടെ കാര്യത്തിൽ. ഇതൊരു റിയാലിറ്റിയാണ്. എന്നാൽ ഇപ്പോഴുള്ള ജെൻസി പെൺകുട്ടികൾ ഒരു വിവാഹപ്രായമാകുമ്പോൾ നേരെ ഒരു 90s കിഡിനെ തപ്പി ഇറങ്ങുന്നു എന്നൊന്നും അല്ല പറഞ്ഞത്. ഇവർക്ക് ഇത്തരം ധാരണകൾ വരുന്നത് തന്നെ പല ബ്രേക്കപ്പുകൾക്കൊക്കെ ശേഷമാണ്. അതായത് അവരുടെ ഏജിലുള്ള അല്ലെങ്കിൽ അവർക്കൊപ്പമുള്ള ആൺകുട്ടികളോടൊപ്പം അടികൂടി മടുത്ത് കഴിയുമ്പോഴേക്കും അവർ മനസ്സിലാക്കുന്നു അത്യാവശ്യം പക്വതയുള്ള പ്രായമുള്ള അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ഉള്ള അങ്ങനെയുള്ള ഒരാളോട് അവർക്ക് താല്പര്യം തോന്നുന്നു. അതുകൊണ്ടാണ് ഈ സമീപകാലത്തായിട്ട് തങ്ങളെക്കാൾ 10-15 ഒക്കെ വയസ്സ് പ്രായം കൂടുതലുള്ള യുവാക്കളെ വിവാഹം കഴിക്കാനായിട്ട് ജെൻസി വളരെ പ്രായം കുറഞ്ഞ പെൺകുട്ടികൾ തീരുമാനിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ഈ 90s ആണെങ്കിലും ജെൻസി ആണെങ്കിലും ഇനി ജെൻ ആൽഫ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പറയാനുള്ള എല്ലാം തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.